അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ മോഡ്യൂളിൽ ഓക്സി അസിറ്റൈൽ ഫ്ലെയിം അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആയിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വരുന്ന ഒരു കുറച്ച് സബ് ഹെഡിങ്ങുകളുണ്ട്. ഒന്ന് കെമിസ്ട്രി ഓഫ് ഓക്സി അസിറ്റൈൽ ഫ്ലെയിം ഉണ്ട്, അതുപോലെ തന്നെ കോമ്പിനേഷൻസ് ഉണ്ട്, തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഈസി മോഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്സി അസിറ്റൈൽ ഫ്ലെയിം എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട് അല്ലേ. 3 ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ അറിയണം. ആ ക്ലാസിഫൈ ചെയ്തിട്ട് അത് ഓരോന്ന് ഏത് മെറ്റീരിയൽസിനാണ് യൂസ് ചെയ്യാന്ന് അറിയണം. പിന്നീട് വരുന്നത് ഇതിന്റെ കമ്പഷൻ നടക്കുന്ന ഒരു കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്. അതായത് എത്ര അസറ്റിൽ വേണം, എത്ര ഓക്സിജൻ വേണം കംപ്ലീറ്റ് കമ്പഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്കൊന്നൊരു അറേഞ്ച്ഡ് മോഡിൽ നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം നമുക്ക് കുറച്ച് വാല്യൂസ് ഞാനുണ്ട് എന്ന് പറഞ്ഞു, അത് കൃത്യമായി തന്നെ ചാർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്നത് പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താവും, ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം തന്നെ കവേർഡ് ആവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ഓക്സി അസിറ്റൈൽ ഫ്ലെയിം. എന്താണ് ഓക്സി അസിറ്റൈൽ ഫ്ലെയിം എന്ന് പറയുന്നത്? ഓക്സി അസിറ്റൈൽ ഫ്ലെയിം എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്കൊരു ഓക്സിജനും അസറ്റിലും ഡിഫറെന്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുകയാണ്? ഒരു ഫ്ലെയിം കിട്ടുകയാണ്, ഒരു ഹീറ്റ് എനർജി നമുക്ക് ഔട്ടായിട്ട് കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ ബേണിംഗ് ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഇൻ ഡിഫറെന്റ് പ്രൊപ്പോർഷൻ. ക്ലിയർ ആണല്ലോ. ക്ലിയർ. അപ്പൊ അസറ്റിലിൻ എന്ന് പറയുന്നത് C2H2 ആണ്, ഓക്സിജൻ എന്ന് പറയുന്നത് O2 ആണ്. അപ്പൊ ഇതിന്റെ ഫ്ലെയിം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതിന്റെ ഗ്യാസ് റേഷ്യോ, എത്ര ഓക്സിജൻ ഉണ്ട്, എത്ര അസറ്റിലിൻ ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഇതിന്റെ ഗ്യാസ് റേഷ്യോ ബേസ് ചെയ്തിട്ടാണ് ഫ്ലെയിമിന്റെ നാച്ചുറൽ ഡിപ്പെൻഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലെയിംസ് ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഫ്ലെയിം എന്ന് പറയുന്നത്, ഗ്യാസ് വെൽഡിംഗിൽ യൂസ് ചെയ്യുന്ന ഫ്ലെയിം എന്ന് പറയുന്നത് ഓക്സി അസിറ്റൈൽ ഫ്ലെയിം ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഫ്യൂച്ചേഴ്സ് ഓഫ് ഫ്ലെയിം അറിഞ്ഞിരിക്കണം. ഇതിന് എന്തൊക്കെ പാർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇത് കണ്ടോ, ഒരു ഓക്സിഡൈസിങ് ഫ്ലെയിമിന്റെ ബേസിക് ഫിഗർ ആണത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, ഒരു ഇന്നർ കോൺ ഉണ്ട് അല്ലേ. ഓക്കെ, ഒരു ഇന്നർ കോൺ ഉണ്ട്. ഓക്കെ, ഒരു ഔട്ടർ എൻവലോപ്പ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നോർമലി നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അസറ്റിലിൻ ആണ്. 1:2.5 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. 1:2.5. അതായത് 1 ലിറ്റർ അസറ്റിലിനെ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യണമെങ്കിൽ നമുക്ക് 2.5 ലിറ്റേഴ്സ് അസറ്റിലിൻ ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ. എനി ഡൗട്ട്സ്? ഓക്കെ, അതായത് ഫോർ ഫുൾ കമ്പഷൻ, കംപ്ലീറ്റ്ലി ഇത് കമ്പഷൻ നടക്കണമെങ്കിൽ 1 ലിറ്റർ അസറ്റിലിന് 2.5 ലിറ്റർ ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ന്യൂട്രൽ ഫ്ലെയിം ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1 ആണ് റേഷ്യോ. ഈ 1:1 റേഷ്യോ എന്ന് പറയുന്നത് ഈ ബ്ലോ പൈപ്പിൽ നിന്ന് വരുന്ന റേഷ്യോ ആണ് എന്ന് ആദ്യമേ ഒന്ന് ഓർത്തിരിക്കുക. ഈ ബ്ലോ പൈപ്പിൽ നിന്ന് വരുന്ന റേഷ്യോ ആണ് 1:1. അപ്പൊ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ തുടങ്ങുന്ന ഏരിയയിലെ റേഷ്യോ എത്രയാണ്? 1:1 ആണ്. 1:1 ആണ്. ക്ലിയർ? 1:1. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടാവില്ല? കാരണം അവിടെ ഓക്സിജന്റെ അളവ് കുറവായതുകൊണ്ട് അവിടെ ഓക്സിഡേഷൻ എഫക്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആ റീജിയൻ ഓർത്തിരിക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്നർ കോൺ, ദെൻ ഇന്നർ റെഡ്യൂസിങ് കോൺ, മൂന്നാമതാണ് ഔട്ടർ സോൺ അല്ലെങ്കിൽ എൻവലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇത് കണ്ടല്ലോ, ഫെദർ പോലെ നമ്മളിങ്ങനെ മനസ്സിൽ വെക്കുക. ഫസ്റ്റ് ഇന്നർ കോൺ, ദെൻ ഇന്നർ റെഡ്യൂസിങ് കോൺ, വീണ്ടും ഔട്ടർ സോൺ അല്ലെങ്കിൽ എൻവലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നർ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ നമുക്ക് എന്തായിട്ട് പറയാം? ടിപ്പ് ഓഫ് നോസിൽ എന്ന് പറയാം അല്ലെ. ടിപ്പ് ഓഫ് നോസിൽ. ക്ലിയർ. ഇന്നർ കോൺ എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് നോസിൽ. ഈ ടെമ്പറേച്ചർ നിങ്ങൾ തർക്കാൻ മറന്നേരെ. ടിപ്പ് ഓഫ് നോസിൽ, ഇതാണ് ഇന്നർ കോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ അവിടെയാണ് എന്ത് നടക്കുന്നത്? പ്രൈമറി കമ്പഷൻ നടക്കുന്നത്. പ്രൈമറി കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർ അസറ്റിലിൻ ആൻഡ് ഓക്സിജൻ ഫസ്റ്റ് ബേൺ ആദ്യമായിട്ട് ബേൺ ചെയ്യുന്ന സ്ഥലം, ദാറ്റ് ഈസ് പ്രൈമറി കമ്പഷൻ. അതിന്റെ തൊട്ടപ്പുറയുള്ള പോയിന്റ് ഇല്ലേ, ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇന്നർ കോൺ.
ആ പോയിന്റ് ഒരു പ്രത്യേകത ഉണ്ട്. ദാറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് പോയിന്റ്. അതായത് റീജിയൺ ഓഫ് മാക്സിമം ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? റീജിയൺ ഓഫ് മാക്സിമം ഹീറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ഇന്നർ കോൺ ആണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ടു ഇന്നർ കോൺ, നെക്സ്റ്റ് ടു ഇന്നർ കോൺ. ഇത് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാവുക എന്നുള്ളത്. റീജിയൺ ഓഫ് മാക്സിമം ടെമ്പറേച്ചർ, റീജിയൺ ഓഫ് മാക്സിമം ടെമ്പറേച്ചർ അവിടെ ഒരു 3000 തൊട്ട് 3200 വരെ ഡിഗ്രി സെൽഷ്യസ് വരുന്നു. ഇനി ഔട്ടർ എൻവലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ എൻവലോപ്പ്, കാരണം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് വന്നത് 1:1 ആണ്. ബട്ട് ഇത് കംപ്ലീറ്റ്ലി കമ്പഷൻ നടക്കണം. സോ നമുക്കൊരു 1.5 ലിറ്ററും കൂടെ ആവശ്യമുണ്ട് ഓക്സിജന്. ഈ ഓക്സിജൻ നമുക്ക് എവിടെ നിന്ന് എടുക്കണം? ഫ്രം അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കണം അല്ലേ? ദാറ്റ് ഈസ് ഔട്ടർ എൻവലോപ്പ്. അപ്പോൾ ഈ ഇന്നർ കോണിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഔട്ടർ എൻവലോപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് സെക്കൻഡറി കമ്പഷൻ നടക്കുന്നത്, സെക്കൻഡറി ബേണിംഗ് ഒക്കേഴ്സ് നടക്കുന്നത് അവിടെയാണ്. അവിടുത്തെ ഓക്സിജൻ ആര് സപ്ലൈ ചെയ്യും? അവിടെ ഓക്സിജൻ ആര് സപ്ലൈ ചെയ്യും? എവിടെ നിന്ന് എടുക്കും? സറൗണ്ടിങ് നിന്ന് എടുക്കും. ക്ലിയർ? ക്ലിയർ. ഫ്ലെയിം സോൺ, ലൊക്കേഷൻ, ടെമ്പറേച്ചർ. ഫ്ലെയിം സോൺ, ലൊക്കേഷൻ, ടെമ്പറേച്ചർ. ഇത്രയും കാര്യമാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കേണ്ടതുള്ളൂ. എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ യു ക്യാൻ റേസ് യുവർ ഹാൻഡ്. അഖിൽ ശശിധരൻ, ബിജിൻ ഷബ്ന, ജെറിൻ, waiting for your reply. Alexander Prince, Shiva, Sudeep, Vishnulal, Vivek. Okay, clear? Clear ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി കമ്പഷൻ സ്റ്റേജ് ഞാൻ പറഞ്ഞ സമയത്ത് നമുക്കതൊന്ന് കമ്പഷൻ സ്റ്റേജ് ഞാൻ പറഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഒന്ന് പ്രൈമറി കമ്പഷൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ടേക്സ് പ്ലേസ് ഇൻ ഇന്നർ കോൺ പറഞ്ഞു, 1:1 റേഷ്യോ പറഞ്ഞു, അസലിൻ ഓക്സിജൻ റേഷ്യോ. അപ്പൊ അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ ഈ പറയുന്ന ഈ തൊട്ട് മുമ്പ് നമ്മുടെ ഇതൊക്കെ നടന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കടലിൽ ഇത് വിടുമ്പോൾ C2 വെച്ചിട്ട് വീണു എന്നൊക്കെ പറഞ്ഞു അല്ലെ? C2 വെച്ചിട്ട് കാർബൺ എന്താണ് കാൽസ്യം കാർബൈഡ് അല്ലെ? കാൽസ്യം കാർബൈഡ്. അപ്പൊ ഈ കാൽസ്യം കാർബൈഡും 2C2H2 ഇതാണ് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. പ്ലസ് എന്താ വരിക? O2 gives എന്തൊക്കെ വരും? 2CO H2 അല്ലേ? ക്ലിയർ? ക്ലിയർ? 2CO H2 പ്ലസ് ഹീറ്റ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ആ കെമിക്കൽ റിയാക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ ആൻഡ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഉള്ളിലെ സോൺ എന്ന് പറയുന്നത് റെഡ്യൂസിങ് എഫക്റ്റ് ആണ്. കാരണം അവിടെ പ്രൈമറി കമ്പഷൻ ആകുമ്പോൾ റെഡ്യൂസിങ് എഫക്റ്റ് ആണ്, അവിടെ ഓക്സൈഡ് ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബേസ് മെറ്റൽ ഓക്സിഡേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി അവിടെ കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ ഈ സെക്കൻഡറി കമ്പഷനിലാണ് നമുക്ക് സറൗണ്ടിങ് എയറിൽ നിന്ന് നമുക്ക് ബാക്കി 1.5 ലിറ്ററും കൂടി എടുക്കാം. അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൾറെഡി ദെൻ പിന്നെ നമുക്ക് കാർബൺ മോണോക്സൈഡ്, അപ്പൊ 2CO പ്ലസ് O2 വരും. അപ്പൊ 2CO2 പ്ലസ് ഹീറ്റ് വരും. ഓക്കെ, പിന്നെ അപ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് CO2, പിന്നെ വാട്ടർ വേപ്പറും. ഈ രണ്ട് സാധനങ്ങളാണ് അവിടെ ഉണ്ടാവുക. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ആണ് സെക്കൻഡറി കമ്പഷൻ നടക്കുമ്പോൾ നമുക്ക് കയ്യിൽ കിട്ടും. ക്ലിയർ? ഓർത്തിരിക്കേണ്ട വാല്യൂസ് ഒന്ന് മൈൻഡിൽ വെച്ചേക്ക്. കുറച്ച് ഈ ഒരു ചാർട്ട് ഞങ്ങളുടെ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ പ്രൈമറി കമ്പഷൻ എന്ന് പറയുന്നത് ഇന്നർ കോണിന്റെ അവിടെയാണ്. അവിടുത്തെ ഈ പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CO H2 പ്ലസ് ഹീറ്റ് ആണ്. സെക്കൻഡറി കമ്പഷൻ എന്ന് പറയുന്നത് ഔട്ടർ സോൺ ആണ്. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ നടക്കുന്നത് CO പ്ലസ് H2 പ്ലസ് എയർ ഓക്സിജൻ ആണ്. അപ്പോൾ CO2 പ്ലസ് H2 പ്ലസ് ഹീറ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, ക്ലിയർ? പിന്നെ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ കയറി വരാറുള്ളത് ഈ എവിടെ നിന്നാണ് നമുക്ക് 1.5 ലിറ്റർ എടുക്കുക എന്നുള്ളത്. ഫോർ കംപ്ലീറ്റ് കമ്പഷന് എത്ര ഓക്സിജൻ ആവശ്യമുണ്ടെന്നുള്ളത്. ഫോർ കംപ്ലീറ്റ് കമ്പഷന് for complete combustion we need 2.5 liters of C2H2. Sorry. Okay. Clear? നോട്ട് ചെയ്തോ?
ടേബിൾ PDF ഞാൻ ഷെയർ ചെയ്യും. എങ്കിലും ഇപ്പോൾ നമ്മൾ ക്ലാസ് കാണുന്ന കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കുട്ടി കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. എല്ലാം ഒരു റിവിഷനാണല്ലോ. സുദീപേ, വൈഷ്ണവേ, അഖിൽ, ഷബ്ന, പ്രിൻസ് ആൻഡ് ജെറിൻ, GCC വാസ്റ്റൻ അഗൈൻ, ദിവ്യ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റെഡ്യൂസിങ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ആ കെമിസ്ട്രി ഒക്കെ പറഞ്ഞു, എന്തായിരിക്കും ഒരു റെഡ്യൂസിങ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അതായത് ലൊക്കേറ്റഡ് ജസ്റ്റ് അറൗണ്ട് ഇന്നർ കോൺ ആണ് റെഡ്യൂസിങ് സോൺ എന്ന് പറയുന്നത്. അതായത് ഈ മോൾട്ടൺ മെറ്റലിനെ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നത് എന്തിന്റെ ഉദ്ദേശമാണ്? അല്ലെങ്കിൽ ഈ റെഡ്യൂസിങ് സോണിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു ഷീൽഡ് പോലെയാണ് അറ്റ്മോസ്ഫിയർ ഓക്സിജൻ ഇതിനെ പ്രിവെന്റ് ചെയ്യുക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നർ കോൺ കഴിഞ്ഞിട്ട് ഒരു റെഡ്യൂസിങ് സോൺ ഉണ്ട്. റെഡ്യൂസിങ് സോൺ കഴിഞ്ഞിട്ടാണ് ഔട്ടർ എൻവലപ്പിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഹോട്ടസ്റ്റ് പോയിന്റ് ജസ്റ്റ് എഹെഡ് ഓഫ് ഇന്നർ കോൺ ആണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. പിന്നെ ഔട്ടർ സോൺ എന്ന് അല്ലെങ്കിൽ എൻവലോപ്പ് എന്ന് പറയുന്നത് സെക്കൻഡറി കമ്പഷൻ നടക്കുന്ന സ്ഥലമാണ്. ന്യൂട്രൽ ഫ്ലെയിമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അസറ്റിലിൻ ഈസ് ഓക്സിജൻ 1:1 എന്ന ടോർച്ചിൽ മാത്രമാണ്. അറ്റ്മോസ്ഫിയർ ഓക്സിജന്റെ യൂസേജ് എന്ന് പറയുന്നത് സെക്കൻഡറി കമ്പഷന് വേണ്ടി മാത്രമാണ്. റെഡ്യൂസിങ് സോൺ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ ഇവിടെ നിന്ന് വരാൻ യാതൊരുവിധ പോസിബിലിറ്റി ഇല്ല. മാക്സിമം പോയിന്റ്സ് നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കുക, 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 ഈ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം. ഇത്ര നേരം നമ്മൾ പറഞ്ഞതൊക്കെ 1:1 കഥയായിരുന്നുവെങ്കിൽ ഇനി നമ്മൾ വീണ്ടും കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. ന്യൂട്രൽ ഫ്ലെയിം, കാർബണൈസിങ് ഫ്ലെയിം ആൻഡ് ഓക്സിഡൈസിങ് ഫ്ലെയിം. അതായത് ഇതിൽ അളവിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, ഇതിൽ റേഷ്യോയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്ലെയിമിന്റെ നാച്ചുറൽ മാറ്റം വരും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ നമുക്ക് കാർബണൈസിങ് യൂസ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് ഓക്സിഡൈസിങ് വേണ്ടി വരും. എന്താണ് ന്യൂട്രൽ ഫ്ലെയിം? അതായത് ടോർച്ചിൽ നിന്ന് വരുന്നതാണ് ഇവിടുത്തെ കൺസേൺ എന്ന് പറയുന്നത്. 1:1 പറയുന്നത് ദാറ്റ് ഈസ് ന്യൂട്രൽ. കാർബണൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2H2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ആയിരിക്കും. അതായത് കാർബണൈസിങ് ഫ്ലെയിമിൽ കൂടുതലായിട്ട് വരുന്ന അസറ്റിലിൻ ആയിരിക്കും. ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ O എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ C2H2 ആയിരിക്കും. ഓക്കെ, അതായത് ഏതാണ് കൂടുതൽ? ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്ക് അതിന്റെ ഒരു ഷേപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെദർ ലൈക്ക് ആണ് നമ്മുടെ എന്തുണ്ട് കാർബണൈസിങ് ഫ്ലെയിമിന്റെ ഔട്ടർ എൻവലപ്പ് ഇങ്ങനെ കിടക്കുന്നതാണ്. ഓക്കെ, ഇന്നർ സോൺ അതായത് നമുക്ക് തുടക്കത്തിൽ തന്നെ എന്താണ് C2H2 ആണ് കൂടുതൽ. C2H2 കൂടുതൽ നമ്മുടെ ഓക്സിഡേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു റെഡ്യൂസിങ് സോൺ അവിടെ കൂടുതലായിരിക്കും. നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ. അപ്പം നമുക്കിത് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫ്ലെയിം സെലക്ഷൻ ടേബിൾ ബേസ്ഡ് ഓൺ മെറ്റൽ ആണ്. അതായത് ഓരോ ഫ്ലെയിമിന് ഏത് യൂസ് ചെയ്യുന്നുള്ളതാണ്. അതിന്റെ കാര്യവും നമ്മളിപ്പോൾ പറഞ്ഞു വരാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ന്യൂട്രൽ ഫ്ലെയിം ആണ്. ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ പാർട്സ് ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഗ്യാസസ് മിക്സ് ചെയ്യുന്നത് ബ്ലോ പൈപ്പിൽ നിന്നാണ്. അഗൈൻ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയാണ്. അപ്പം ഒരു കംപ്ലീറ്റ് കമ്പഷൻ നമുക്ക് അവിടെ കിട്ടും. ഒരു ക്ലിയർ റൗണ്ട് കോണാണ് നമുക്ക് അവിടെ കിട്ടുക. ഒരു ലോങ് ഔട്ടർ ഫ്ലെയിം ആയിരിക്കും. അതുകൊണ്ട് ഒരു ലോങ് ഇവിടെ തന്നെ നോക്കുക, ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഒരു കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ന്യൂട്രൽ ഫ്ലെയിമിന്റെ ഷേപ്പ് ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ. അതുപോലെ തന്നെ നമുക്ക് ഒരു കെമിക്കലി വലിയൊരു എഫക്റ്റ് നമ്മുടെ ബേസ് മെറ്റലിന് വരില്ല. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ന്യൂട്രൽ ഫ്ലെയിം ആണ്. ഇപ്പോൾ ഒരു ഐഡിയൽ ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ, അലൂമിനിയം തുടങ്ങിയ എല്ലാ മെറ്റീരിയൽസിലും കോമൺ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം വരുന്നത് അല്ലേ. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത് മോർ ഓക്സിജൻ ദാൻ അസറ്റിൽ, ഓക്സിജൻ എക്സസ് ആണ്. ഓക്കെ, ഓക്സിജൻ എക്സസ് ആണ്. അപ്പോൾ ഫ്ലെയിം എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻഡ് ഷാർപ്ലി പോയിന്റ് ആണ്. കാരണം റെഡ്യൂസ് ആണ് വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നീട് ഓക്സിഡൈസിങ് എഫക്റ്റ് വരും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, എവിടെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ബ്രാസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 2 മെറ്റീരിയൽസ് ആണ്. ബ്രാസിന്റെ കോമ്പിനേഷൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ബ്രാസിന്റെ കോമ്പിനേഷൻ പറ ഗിവ് മീ പറഞ്ഞേ. അഖിൽ, ഷബന, പ്രിൻസ്, പ്രണവ്, ശിവ, സുദീപ്, വിഷ്ണു, വിവേക്,
കാർബൺ ആൻഡ് ആണ് കോപ്പർ ആൻഡ് സിങ്ക്. ഓക്കെ, ബ്രോൺസ് ആണെങ്കിലോ കോപ്പർ പ്ലസ് ടിൻ. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കോപ്പർ ആൻഡ് സിങ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രാസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബ്രാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് സിങ്കിന്റെ മെൽറ്റിംഗ് പോയിന്റ് പറയാമോ? അതും കൂടെ അതിന്റെ കൂടെ അങ്ങ് പറഞ്ഞേക്കാം. കോപ്പറിന് 1083 ഞാൻ പറഞ്ഞു. സിങ്കിനെ പറയാമോ? സിങ്കിന്റെ മെൽറ്റിംഗ് പോയിന്റും കൂടെ എനിബഡി? നിങ്ങളൊക്കെ പല എക്സാം എഴുതിയിരിക്കുകയാണ്. 637 അടി കിട്ടും. സിങ്കിനെയാണ് ചോദിച്ചത്. 637 എന്ന് പറയുന്ന ഒരു മെൽറ്റിംഗ് പോയിന്റ് നമ്മുടെ ബേസ് മെറ്റൽസ് നമ്മൾ പഠിക്കുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത് എത്രയാണ്? 660 ആണ്. 660 ഫോർ അലൂമിനിയം ആണ്. 419, 420, 421 മൂന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. 637 നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ 420 ടെമ്പറേച്ചറിൽ നിൽക്കുകയാണ്. അപ്പൊ 420 ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സമയത്ത് there is a possibility of vaporization of zinc. അല്ലേ? ക്ലിയർ? നമ്മൾ ഇത്രയും വലിയ ടെമ്പറേച്ചർ വെച്ച് വെൽഡ് ചെയ്യുന്ന സമയത്ത് വേപ്പറൈസേഷൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത് ഈ ആദ്യം വേപ്പറൈസ് ചെയ്യുന്ന സംഭവം നമുക്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് ഉണ്ടാവും. സിങ്ക് ഓക്സൈഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അപ്പം ആ ഒരു ഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രാസ് ഒക്കെ വെൽഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഓക്സിഡൈസിങ് ഫ്ലെയിം റെക്കമെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ വെൽഡിംഗ് ഓഫ് ബ്രാസിന് ഏത് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ഫോർ ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. അപ്പോൾ പിന്നെ ഹൈ ടെമ്പറേച്ചർ കട്ടിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം, കാരണം ഓക്സിജന്റെ എഫക്ട് കൂടുതൽ വേണ്ട സ്ഥലങ്ങളിൽ. ഇനി കാർബറൈസിങ് ഫ്ലെയിം ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് നമ്മുടെ ആശാന്റെ ഇവിടെ ഉണ്ട്, ഒളിച്ച് നിൽക്കുകയാണ്. കാർബറൈസിങ് ഫ്ലെയിം. ഈ കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ടീഷൻ പറഞ്ഞു, C2H2 ഗ്രേറ്റർ ദാൻ ഓക്സിജൻ, മോർ അസിറ്റിലിൻ ദാൻ ഓക്സിജൻ. അസിറ്റിലിൻ ആണ് എക്സസ്. ഓക്കെ, അപ്പോൾ കാർബറൈസിങ് എഫക്റ്റ് കൂടുമോ കുറയോ? കാർബറൈസിങ് എഫക്റ്റ് കൂടുമോ കുറയുമോ? ഓക്സിജന്റെ സപ്ലൈ കുറയാണ്. കാർബറൈസിങ് എഫക്റ്റ് കൂടും. കാർബറൈസിങ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ റെഡ്യൂസിങ് സോൺ കൂടും. ക്ലിയർ ആണല്ലോ? കാർബറൈസിങ് തന്നെയാണ് റെഡ്യൂസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റെഡ്യൂസിങ് എഫക്റ്റിൽ കൂടുതൽ വരും. അപ്പം ഈ മെറ്റൽ സർഫേസിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് ആരെയായിരിക്കും? മെറ്റൽ സർഫേസിൽ എന്തിന്റെ കോമ്പോസ് അല്ലെങ്കിൽ എന്തിന്റെ അഡിക്ഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ എന്താവുക? മീൻസ് സ്റ്റിക്കോൺ ആവുക. മെറ്റൽ സർഫേസിൽ എന്ത് ആഡാവാനുള്ള പ്രോബബിലിറ്റി ആണുള്ളത്? കാർബൺ ആഡാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഓക്സിഡേഷൻ സെൻസിറ്റീവായ മെറ്റീരിയൽസിൽ നമുക്ക് ഐഡിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂട്ടബിൾ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർബറൈസിങ് ഫ്ലെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹാർഡ് ഫേസിങ് സ്റ്റെലൈറ്റിംഗ് പോലെയുള്ള പർപ്പസുകൾക്ക് യൂസ് ചെയ്യാം. ഫ്ലെയിം ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ലിൻഡ വെൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻ ഓർത്തിരുന്നാൽ മതി. അത് കാർബറൈസിങ് എഫക്റ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡെപ്പോസിഷൻ കൂടുതൽ വേണമെന്നേ മീൻ ചെയ്യുന്നുള്ളൂ. സോ സ്റ്റെലൈറ്റിംഗ്, ലിൻഡ വെൽഡിങ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? കാർബറൈസിങ് ഫ്ലെയിം കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാം. ഓക്സിഡൈസിങ് ഫ്ലെയിം ബ്രാസിന് വേണ്ടി നമുക്ക് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാം. ബാക്കി ഐഡിയൽ ഫോർ മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെ റെക്കമെൻഡ് ചെയ്യാം? ന്യൂട്രൽ ഫ്ലെയിമിനെയും റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതൊരു ടേബിൾ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മൈൽഡ് സ്റ്റീൽ, ബ്രാസ് ഓക്സിഡൈസിങ്, സ്റ്റെലൈറ്റ് ആംഗിൾ ഹാർഡ് ഫേസിങ്, കാർബറൈസിങ്, ബാക്കിയെല്ലാം ന്യൂട്രൽ. അത് അങ്ങ് പഠിച്ചു വെച്ചോളാം. ഏതെങ്കിലും ഒന്ന് കയറി വരും, കാരണം 10-15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 3-ൽ നിന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഈ ഭാഗമൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്, ദെൻ വി ക്യാൻ ഗോ ത്രൂ വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ഫൈൻ. അടുത്തിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ ഫ്ലെയിം സെലക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ലൈക്ക് ഇതിൻ്റെ ഈ ഒരു ചാർട്ട്
ഈ ഒരു ചാർട്ട് ഞാനൊരു ചാർട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. അതായത് ന്യൂട്രലിൽ എന്താണ് സംഭവം, പോണ്ട് ഷേപ്പ് എങ്ങനെയാണ്, എഫക്റ്റ് എങ്ങനെയാണ്, യൂസ് എങ്ങനെയാണ്. ഓക്കെ, ക്ലിയർ. ന്യൂട്രൽ ഓക്സിഡൈസിങ് കാർബണൈസിങ് ഇത്രയും മതി. റെഡ്യൂസിങ് എഫക്റ്റ് കൂടുതലുണ്ടാവും, കാർബണൈസിംഗിലേക്ക് ഓക്സിഡൈസ് സർഫേസ് ഉണ്ടാവും, ഓക്സിഡൈസിംഗ് ആയിരിക്കും. അപ്പോൾ അതാ നിങ്ങൾ ആ ഒരു എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഏറ്റവും ബേസിക് ലെവല്. കാരണം ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പോയിന്റും കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക. അതായത് നിങ്ങൾ നോട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വട്ടം വരയ്ക്കുക, ലൈക്ക് ദിസ്, ഫ്ലെയിംസ്, ന്യൂട്രൽ 3 വരയ്ക്കുക, ന്യൂട്രൽ, ഓക്സിഡൈസിങ്, കാർബറൈസിങ്, ആപ്ലിക്കേഷൻ എഴുതുക, എന്താ കാര്യങ്ങളെന്ന് എഴുതുക. ഇവിടെ നിന്നുണ്ട് നിങ്ങൾക്ക് ഒറ്റ അടിക്കത്തെ എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് കിട്ടണം. ആ രീതിയിലെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനോട് കൂടെ ചേർത്ത് വായിക്കാവുന്ന ഒരു പോയിന്റ് ആണ് നമുക്ക് ഗ്യാസസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ആൻഡ് ഗ്യാസ് ഫ്ലെയിം കോമ്പിനേഷൻ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ നമുക്കറിയാം ബേസിക്സ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്യൂൽ ഗ്യാസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മുടെ അസറ്റിലായിരുന്നു ഫ്യൂൽ ഗ്യാസ്, ഒരു സപ്പോർട്ടർ ഫോർ കമ്പഷൻ ഉണ്ടാവും. സപ്പോർട്ടർ ഫോർ കമ്പഷൻ ആണ് നമ്മുടെ ഓക്സിജൻ. യൂഷ്വലി നമ്മൾ ഓക്സിജൻ തന്നെയാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ ഹീറ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഓക്സിജൻ ഫ്ലെയിം യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതിൽ വെച്ചിട്ട് നമ്മൾ പല കോമ്പിനേഷൻസ് ട്രൈ ചെയ്തതിൽ ഏറ്റവും ഹൈയസ്റ്റ് ടെമ്പറേച്ചർ, നല്ല ഹീറ്റ് ഇന്റൻസിറ്റിയിൽ കിട്ടുന്നത് ഓക്സി അസിഡിൻ ഫ്ലെയിം ആണ്. ദാറ്റ്സ് വൈ വി റെക്കമെൻഡ് ഓക്സി അസിഡിൻ ഫ്ലെയിം ആസ് ഐഡിയൽ. ഓക്കെ, എന്ന് വെച്ച് ഇത് മാത്രമല്ല ഉള്ളത് അല്ലേ. ഇപ്പോൾ അസറ്റിലിൻ ഞാൻ രണ്ടായിട്ട് തിരഞ്ഞിരിക്കാം, ഒന്ന് ഫ്യൂൽ ഗ്യാസ്, ഒന്ന് സപ്പോർട്ടർ ഫോർ കമ്പഷൻ. ഫ്യൂൽ ഗ്യാസിൽ വരുന്നതാണ് അസറ്റിലിൻ, സപ്പോർട്ടർ ഫോർ കമ്പഷൻ ആണ് ഓക്സിജൻ. ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് കത്തുന്നത് അല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്തുന്ന വാതകവും ഓക്സിജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന വാതകവുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അസറ്റിലിൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ അസറ്റിലിൻ, ഓക്സിജൻ, ഓക്സി അസറ്റിലിൻ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ സപ്പോർട്ടറുടെ പേരാണ് കൊടുക്കുക, ഓക്സി അസറ്റിലിൻ. ടെമ്പറേച്ചർ റേഞ്ച് 3100 തൊട്ട് 3300 വരെ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാം, O+C2H2 3100 തൊട്ട് 3300 വരെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് ഓഫ് ഓൾ മെറ്റൽസ്, ബ്രേസിംഗ്, ഹാഡ് ഫേസിംഗ് തുടങ്ങിയ എല്ലാ ആപ്ലിക്കേഷനും, ഒരു മോസ്റ്റ്ലി എല്ലാ ആപ്ലിക്കേഷനും നമുക്കത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജൻ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു 2400 തൊട്ട് 2700 വരെ ടെമ്പറേച്ചറിലാണ് വരിക. 2400 തൊട്ട് 2700. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒരു സിൽവർ സോൾഡറിങ് ആപ്ലിക്കേഷൻ വരില്ലേ, പിന്നെ വരുന്നത് അണ്ടർ വാട്ടർ വെൽഡിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരിക, അണ്ടർ വാട്ടർ വെൽഡിങ്. പിന്നെ നമുക്ക് കോൾ ഗ്യാസ് യൂസ് ചെയ്യാം, കോൾ ഗ്യാസ് ഓക്സിജൻ, അത് ഓക്സി കോൾ എന്ന് പറയും. ഓക്കെ, 1800 തൊട്ട് 2200 വരെ ടെമ്പറേച്ചർ വരും. സിൽവർ സോൾഡറിങ് ആപ്ലിക്കേഷൻ, കാരണം ടെമ്പറേച്ചർ കുറവല്ലേ. അതും അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ്ങിന് യൂസ് ചെയ്യാം. അണ്ടർ വാട്ടറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അതും കൂടെ കോൾ ഗ്യാസിന്റെ കാര്യം അതിന് കൂടെ പറഞ്ഞു പോയത്. അപ്പം ഹൈഡ്രജനും കോൾ ഗ്യാസും ഒരുമിച്ച് പഠിക്കാം. അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിങ്ങിന് രണ്ടും യൂസ് ചെയ്യുന്നത് ഒരുമിച്ച് പഠിക്കാം. ഒരു LPG, ഓക്സി LPG യൂസ് ചെയ്യാം, അതും ഒരു 2700 റേഞ്ചിൽ തന്നെയാണ്. സ്റ്റീലിന്റെ ഗ്യാസ് കട്ടിങ്ങിന് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ഹീറ്റിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അസറ്റിലിന് എയർ ഉണ്ട്, ഏറ്റവും കുറവ് ടെമ്പറേച്ചർ വരുന്നത് അതാണ്, എയർ അസറ്റിലിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് 1825 തൊട്ട് 1875 വരെ, 1800 റേഞ്ചാണ് വരിക. 1825 തൊട്ട് 1875 ഡിഗ്രിയാണ് അതിന് ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. സോൾഡറിങ്, ബ്രേസിങ്, നോർമൽ ഹീറ്റിംഗ്, ഈ ലെഡിന്റെ ബേണിങ് തുടങ്ങിയ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എന്തിൽ പോവാം, ആ ഒരു കോമ്പിനേഷനിൽ പോകും. ഓക്കെ, അപ്പോൾ ഇതും ഞാനൊരു ടേബിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നമ്മൾ പറഞ്ഞു, അസറ്റിലിൻ ഓക്സിജൻ, വെൽഡിംഗ് ഓഫ് ഓൾ മെറ്റൽസ്, ബ്രേസിംഗ്, ഹാർഡ് ഫേസിംഗ് 3100 തൊട്ട് 3300 വരെ. ഹൈഡ്രജൻ ഓക്സിജൻ 2400 2700 വരെ. കോൾ ഗ്യാസ് ഓക്സിജൻ 1500 2200 വരെ. LPG ആൻഡ് ഓക്സി 2700 2800. അസറ്റിലിൻ എയർ
1825 തൊട്ട് 1875 എല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് കയറി വരും കേട്ടോ. എന്തും വരാം, ഇതിന്ന് ഒന്നും നമുക്ക് കട്ട് ചെയ്യാനില്ല. ഒരു റേഞ്ച് പോലും ഇമ്പോർട്ടൻ്റ് എന്നോ അൺഇമ്പോർട്ടൻ്റ് എന്നോ പറഞ്ഞ് തട്ടിക്കളിക്കാനില്ല. ഫ്യൂൽ ഗ്യാസ് ഏതാണ്, സപ്പോർട്ടർ ഫോർ കമ്പഷൻ എന്താണ്, നെയിം ഓഫ് ഗ്യാസ് ഫ്ലെയിം എന്താണ്, ടെമ്പറേച്ചർ റേഞ്ച് എന്താണ്, ആപ്ലിക്കേഷൻ എന്താണ്, കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരു എക്സ്ക്യൂസും നമുക്കതിൽ കിട്ടാനില്ല. അതിൽ എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യനായിട്ട് കയറി വരാം. ഓക്കെ, ക്ലിയർ 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 ആണോ? ഓക്കെ, ഫൈൻ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഓക്സി ആസിഡിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നത്തിങ് എൽസ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു നമുക്ക് വെറുതെ നോക്കി പോവാം. വി സ്റ്റാർട്ട് വിത്ത് ഓക്സി ആസിഡ് ഫ്ലെയിം. എന്താണ് ഓക്സി ആസിഡ് ഫ്ലെയിം എന്ന് നോക്കി. പിന്നെ നമ്മൾ കമ്പഷൻ സ്റ്റേജസ് നോക്കി. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഈ ഒരു ചാർട്ട് പഠിക്കുക, ഈ ഒരു ചാർട്ട് പഠിക്കുക, ഇത് പഠിക്കുക. ഞാൻ എല്ലാ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ചാർട്ടുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി കേട്ടോ. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ഞാനിതിൻ്റെ മോക്ക് ടെസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എല്ലാം മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നോ? ഞാൻ കുറച്ച് കാലം റിസൾട്ടൊക്കെ നോക്കാറുണ്ട്. സ്ഥിരമായിട്ട് നോക്കാൻ സമയം കിട്ടുന്നില്ല. അത് നോക്കിയിട്ട് ഞാൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. എല്ലാവരും ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു 10-20 പേരൊക്കെ ആയിട്ടുള്ളൂ എല്ലാ ടെസ്റ്റിലും. നിങ്ങൾക്ക് അതിൻ്റെ റാങ്കിങ്ങും ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം അതൊരു സെൽഫ് ഇവാലുവേഷൻ ആണ്. കാരണം നമ്മളൊരു സ്റ്റേറ്റ് ലെവൽ എക്സാമിന് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ക്ലാസ്സിൽ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിൽ ആൻസർ തെറ്റിപ്പോയി എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞു വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് അതിന് മടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കാര്യമില്ല അല്ലേ. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ചിലർക്കുണ്ട് ഞാൻ ഇതിൽ അങ്ങ് താന്നു പോയാലോ, സ്റ്റേറ്റ് ലെവലിൽ പിടിക്കാന്ന്. അതൊന്നും ചിന്തിക്കണ്ട. ഓക്കെ, തെറ്റിക്കോട്ടെ, തെറ്റിൽ നിന്ന് പഠിക്കും. ഒരു വട്ടം തെറ്റിയ ക്വസ്റ്റ്യൻസ് പിന്നീട് തെറ്റാനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും എപ്പോഴും, അതിനെ അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ can I wind up? ദിവ്യ, ഷബ്ന, അഖിൽ, വിഷ്ണു, അലക്സാണ്ടർ, പ്രിൻസ്. ഓക്കെ, വിഷ്ണുലാൽ. ഓക്കെ, വിവേക്, ഹായ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.